കണ്ണൂർ സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസർ നിയമനം റദ്ദാക്കരുതെന്ന പ്രിയ വർഗീസ് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. സെലക്ഷൻ കമ്മിറ്റി തീരുമാനം റദ്ദാക്കരുതെന്നാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. പ്രിയ വർഗീസിനെ പിന്തുണച്ച് സംസ്ഥാന സർക്കാരും സത്യവാങ്മൂലം നൽകി. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേർന്നുണ്ട്. ജിഷ്ണു, എങ്ങനെ നോക്കിക്കാണും? വിഷ്ണു, പ്രിയ വർഗീസിന്റെ നിയമനം ശരിവെച്ച ഹൈക്കോടതി വിധിക്കെതിരായിട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ വാദങ്ങൾ മുൻപോട്ട് വെച്ചുകൊണ്ട് പ്രിയ വർഗീസ് സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ആ സത്യവാങ്മൂലത്തിൽ പ്രിയ വർഗീസ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഈ കണ്ണൂർ സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള തന്റെ നിയമനം റദ്ദാക്കരുത് എന്ന പ്രധാന വാദം മുൻപോട്ട് വെക്കുകയും അതിനായി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് UGC ചട്ടങ്ങളുടെ ലംഘനം മാത്രം ചൂണ്ടിക്കാട്ടി ഈ സെലക്ഷൻ കമ്മിറ്റി തീരുമാനം റദ്ദാക്കാനാകില്ല എന്നുള്ളതാണ് സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. യോഗ്യതയുടെയും മെറിറ്റിന്റെയും അടിസ്ഥാനത്തിലാണ് തന്റെ നിയമനം ഉണ്ടായത്. നിയമന സമയത്ത് അത്തരം മാനദണ്ഡങ്ങളെല്ലാം തന്നെ പാലിച്ചുകൊണ്ടാണ് നിയമനങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ് പ്രിയ വർഗീസിന്റെ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒപ്പം സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിൽ ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ള സത്യവാങ്മൂലത്തിലും പ്രിയ വർഗീസിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ടുള്ളൊരു സത്യവാങ്മൂലമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. പ്രിയ വർഗീസിന്റെ നിയമനം ചട്ടപ്രകാരമാണ് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. ഡെപ്യൂട്ടേഷൻ സർവ്വസാധാരണമാണെന്നും ഈ ഡെപ്യൂട്ടേഷൻ യോഗ്യതയ്ക്ക് ഒരു കുറവായി പരിഗണിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ പ്രോഗ്രാം കോർഡിനേറ്റർമാരാകാൻ അധ്യാപകർ തയ്യാറാകില്ല എന്നുള്ള കാര്യവുമാണ് ഇപ്പോൾ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഏതായാലും കോടതിയുടെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ എന്ത് നിരീക്ഷണം ഉണ്ടാകും എന്നുള്ളത് ഏറെ നിർണായകമാകും. UGC ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് നിയമനങ്ങൾ ഉണ്ടായത് എന്നുള്ള വാദമാണ് ഹർജിക്കാർ നേരത്തെ ഹൈക്കോടതിയിലും ഇപ്പോൾ സുപ്രീം കോടതിയിലും മുൻപോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ ഹൈക്കോടതി ഈ പ്രിയ വർഗീസിന്റെ നിയമനം ശരിവെക്കുന്ന ഒരു തീരുമാനമായിരുന്നു കൈക്കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോൾ ഈ കേസിൽ സുപ്രീം കോടതി എന്ത് നിരീക്ഷണം നടത്തും, പ്രിയ വർഗീസിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും വാദങ്ങൾ എത്രത്തോളം ശരിവെക്കും, പരാതിക്കാരുടെയും വാദങ്ങൾ അതായത് UGC മാനദണ്ഡങ്ങൾ അട്ടിമറിച്ചുകൊണ്ടാണ് നിയമനം ഉണ്ടായത്, പ്രിയ വർഗീസിന്റെ അനധികൃത നിയമനം എന്നുള്ള ഹർജിക്കാരുടെ വാദത്തിൽ എത്രത്തോളം ശരിയുണ്ട് എന്ന് കോടതി നോക്കിക്കാണും എന്നെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്. വിഷ്ണു, വ്യക്തമാണ്. ജിഷ്ണുവാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.